അല്ലാഹു 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 അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭൗതിക ലോകത്ത് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആളാണ് വിവാഹം കഴിഞ്ഞിട്ട് നല്ല മക്കളുണ്ടാവണമെന്ന്. ഇപ്പോൾ ധാരാളം ആളുകൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വളരെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അത്തരം ആളുകൾക്കൊക്കെ സ്വാലിഹായ മക്കളെ നൽകി അള്ളാഹു സന്തോഷം നൽകുമാറാവട്ടെ. ഉള്ള മക്കളൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കുഞ്ഞ് ജനിച്ചാൽ വളരെ പ്രധാനപ്പെട്ട 2-3 സുന്നത്താണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പ്രസവിച്ച് 7-ാം ദിവസം നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു നാട്ടുനടപ്പ്, ഒരു ആചാരമായിട്ട് ഇന്ന് മുടികളയലും അതുപോലെ തന്നെ അറവ് നടത്തലും മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വളരെയധികം സുന്നത്തുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചര്യയാണിത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തുല്യതയില്ലാത്ത കൂലിയും ഇതിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ അറവ് നടത്തുന്ന ആളുകൾ ആ ഒരു സുന്നത്ത് കരുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും അറവിന് നിർദ്ദേശിച്ച മൃഗങ്ങളെ തന്നെ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. 7ൻ്റെ അന്ന് പ്രസവിച്ച് 7-ാം ദിവസം മുടി കളയുക, കുട്ടിക്ക് പേരിടുക, അതുപോലെ തന്നെ അറവ് നടത്തുക, ഈ 3 കാര്യം പ്രത്യേകം സുന്നത്തുണ്ട്. ചില നാട്ടിലൊക്കെ ഒരു ആചാരമുണ്ട്. ഇതിനൊക്കെ ഫുഖഹാക്കൾ പ്രത്യേകമായൊരു ക്രമം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ ആ നാട്ടിലെ ആചാരങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പല രൂപത്തിലും നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അഥവാ ചില നാട്ടിലൊക്കെ പോയി നോക്കിയാൽ കാണാം, കുട്ടിയുടെ തലയിൽ കത്തി വെച്ചിട്ടുണ്ടാകും, അതുപോലെ തന്നെ അറവ് മൃഗത്തിൻ്റെ കഴുത്തിലും കത്തി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ അവിടെ റെഡി ആയിട്ടുണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് രണ്ടും ഒരേ സമയം അറവ് നടത്തുകയും മുടി കളയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കുട്ടിക്ക് പേര് വിളിക്കണം. അപ്പോൾ കുട്ടിക്ക് പേര് വിളിക്കുക എന്ന് ഇന്ന് വലിയൊരു ഭാരമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാലൊന്നും പേരിടില്ല. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ചില ആളുകളൊക്കെ പേരിടുക. കാരണം ഇതിലുള്ള ഒരു വസ്വാസ് തീരുന്നില്ല. അതിന് ഏറ്റവും നല്ലത് ഭാര്യ ഗർഭിണിയാകുന്ന സമയത്ത് തന്നെ 2 പേര് ആദ്യമേ കണ്ടെത്തുക. 10 മാസം എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ ആ ഇതിനിടയ്ക്ക് നമ്മുടെ എല്ലാ ആശങ്കകളും അകറ്റാൻ ഇത് കാരണമാകും. അങ്ങനെ പേര് ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പേര് കണ്ടെത്തുക. എന്നിട്ട് ആ പേര് ഇഷ്ടമുള്ള ആ സമയത്ത് എന്ത് ചെയ്യുക, എന്നിട്ട് ആ പേരിടുക. അങ്ങനെ ആദ്യമായിട്ട് 7ൻ്റെ അന്ന് പേര് വിളിക്കുക കുട്ടിയുടെ. അത് കഴിഞ്ഞിട്ട് അറവ് നടത്തുക. അത് കഴിഞ്ഞിട്ടാണ് മുടി കളയേണ്ടത്. ഏതായിരുന്നാലും നമ്മൾ ചെയ്യുന്നൊരു കാര്യം കുറ്റമറ്റതാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മളൊക്കെ ശ്രദ്ധിക്കുക. പ്രായപൂർത്തിയാകുന്നതുവരെ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മേലിലാണ് ഈ അള്ളാഹുവിൻ്റെ ഈ ഒരു തേട്ടമുള്ളത്. പ്രായപൂർത്തി എത്തലോടുകൂടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള തേട്ടം അവസാനിക്കും. പിന്നെ കുട്ടിയുടെ മേലിലാണ് അത് ബാധ്യത. കഴിവുള്ള സമയത്ത് കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയ ശേഷം അറവ് നടത്താവുന്നതാണ്. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ സുന്നത്തുകളൊക്കെ എടുത്ത് പൂർണ്ണമായ രൂപത്തിൽ തന്നെ നടത്താൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.